400 വർഷക്കാലം പാണ്ഡവലേനിയിലെ ഗുഹകൾ, ജപങ്ങൾ, ധ്യാനം, ബുദ്ധമത പഠിപ്പിക്കലുകൾ എന്നിവയിൽ സജീവമായിരുന്നു. പിന്നെ പതുക്കെ എല്ലാം നിശബ്ദമായി. നാസിക്കിൽ നിന്നും സന്യാസിമാർ എങ്ങനെ, എന്തുകൊണ്ട് അപ്രത്യക്ഷരായി എന്ന് വിശദീകരിക്കാൻ യഥാർത്ഥ ചരിത്ര ശൃംഖല ഇതാ. സന്യാസിമാർ അപ്രത്യക്ഷരായതിന്റെ കാരണം. 4-5 നൂറ്റാണ്ടുകളോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. രാജകീയ പിന്തുണ അവസാനിച്ചു. വ്യാപാര മാർഗങ്ങൾ മാറ്റി. മതങ്ങൾ പ്രാധാന്യം നേടി. ഭക്ഷണദാനങ്ങളും സംരക്ഷണവും ഇല്ലാതെയായി. സന്യാസിമാർ അജന്ത, എല്ലോറ തുടങ്ങിയ ശക്തമായ കേന്ദ്രങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. പാണ്ഡവലേനി പതുക്കെ ശൂന്യമായി. യുദ്ധമല്ല, നാശമില്ല, നിശബ്ദത മാത്രം. നൂറ്റാണ്ടുകൾ മറന്നു. ശബ്ദം പ്രകൃതി കീഴടക്കി. ഈ കുന്നുകളെ പ്രകൃതി കീഴടക്കി. സസ്യങ്ങൾ പാദങ്ങൾ മുടങ്ങി. ചെളി നിറഞ്ഞ ജലസംഭരണങ്ങളായി മാറി. 1000 വർഷങ്ങളോളം ഗുഹകൾ ഉറങ്ങിപ്പോയി. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ 19-ാം നൂറ്റാണ്ടിൽ അവ വീണ്ടും കണ്ടെത്തുകയായിരുന്നു. അന്നത്തെ രാജാക്കന്മാർ ഭക്ഷണം, ഭൂമി, പണം എന്നിവ സംഭാവന ചെയ്തതിനാൽ ബുദ്ധമത വികാരങ്ങൾ നടന്നിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ ശതവാഹന ഭരണാധികാരികൾ നാസിക്കിലെ സന്യാസിമാരെ പിന്തുണച്ചു. എന്നാൽ AD 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ രാജ്യങ്ങൾ ഉയർന്നു വന്നു. രാഷ്ട്രീയ മുൻഗണനകൾ മാറി. ബുദ്ധ സന്യാസിമാർക്ക് ധനസഹായം നിലച്ചു. രാജകീയ പിന്തുണയില്ലാതെ സന്യാസിമാർക്ക് സാധനങ്ങളോ ഭക്ഷണങ്ങളോ മാർഗങ്ങളോ സംരക്ഷണമോ ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ മറ്റു മതങ്ങളുടെ ഉദയം. 4-5 നൂറ്റാണ്ടുകളിൽ ഹിന്ദു പാരമ്പര്യങ്ങൾ വീണ്ടും വളർന്നു. മഹാരാഷ്ട്രയിൽ ശൈവമതം ശക്തമായി. ജൈന സന്യാസിമാർ സമീപത്തുള്ള വഴികൾ വികസിപ്പിച്ചു. രാജാക്കന്മാർ ബുദ്ധവികാരങ്ങളല്ല, ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പാണ്ഡവലേനിലെ ബുദ്ധ സമൂഹങ്ങൾ ചുരുങ്ങി തുടങ്ങി. പതുക്കെ നിശബ്ദമായി. വ്യാപാര പാത തകർച്ച. നാസിക് ഒരു പ്രധാന പുരാണ വ്യാപാര പാതയിലായതിനാൽ പാണ്ഡവലേനി അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. യാത്രാ സംഘങ്ങൾ ഇവിടെ എത്തിയിരുന്നു. സന്യാസിമാർ യാത്രക്കാർക്ക് പഠിപ്പിച്ചു, സുഖപ്പെടുത്തി, അഭയം നൽകിയിരുന്നു. എന്നാൽ ശതവാഹന സാമ്രാജ്യം തകർന്നതിനു ശേഷം വ്യാപാര വഴികൾ മാറി. വ്യാപാരികളുടെ ഗതാഗതം കുറഞ്ഞു. സംഭാവനകൾ നിലച്ചു. യാത്രക്കാരില്ലാതെ ഗുഹകൾ അവയുടെ ജീവൻ നഷ്ടപ്പെട്ടു. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ. കല്ല് ഗുഹകളിൽ താമസിക്കുന്ന സമാധാനപരമായിരുന്നു, പക്ഷെ ബുദ്ധിമുട്ടായിരുന്നു. പ്രകൃതിദത്ത ചൂടാക്കലില്ല. പരിമിതമായ വെള്ളം, കർശനമായ അച്ചടക്കം. സംഭാവനകൾ നിർത്തിയാൽ പതിവ് ഭക്ഷണമില്ല. സന്യാസിമാരുടെ എണ്ണം കുറയുമ്പോൾ ജലപാതകളും ഗ്രഹപരിപാലനവും നിലനിർത്തുന്നത് അസാധ്യമായിരുന്നു.